أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. 12:50 ഇപ്പോൾ സമയം. ജുമാ കഴിഞ്ഞു പോയി, നമ്മളൊക്കെ ചോറുന്നു. കുറച്ച് കഴിഞ്ഞാൽ അസറിന്റെ സമയമാവും. നിസ്കരിച്ച് നമ്മൾ ചായ കുടിക്കണം. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന്റെ സമയമാവും. സൂര്യൻ അസ്തമിക്കും. മഗ്‌രിബ് നിസ്കരിക്കും, ഇശാ നിസ്കരിക്കും, നമ്മൾ കിടന്നുറങ്ങും. രാവിലെ സൂര്യൻ ഉദിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കിടന്ന് എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിച്ച് അദ്കാറുകളൊക്കെ കഴിയുമ്പോഴേക്ക് സൂര്യൻ ഉദിക്കും. പിന്നെയും ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഘവത്തോടുകൂടി നമ്മൾ ഓർമ്മിക്കുന്ന ഒരു വിഷയം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തിന്റെ മാറി മാറിയുള്ള വരവ് വലിയ അനുഗ്രഹമായിട്ടാണ് പഠിപ്പിച്ചത്. വലിയൊരു അത്ഭുതമായിട്ടും വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു സമയത്തിന്റെ മാറിയുള്ള വരവ് നമുക്ക് പഠിപ്പിച്ചത്. സൂറത്തുൽ ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവേ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഉറ്റാലോചിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പറയുന്നു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖീഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. അവനാകുന്നു രാത്രിയെയും പകലിനെയും വ്യത്യാസപ്പെടുത്തിയവൻ. ഖീഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. ആരാണോ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരാണോ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടി രാത്രിയെയും പകലിനെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നവൻ അവനാണ്. വലിയ അത്ഭുതമായിട്ടാണ് അല്ലാഹു രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിനെ വിവരിക്കുന്നത്. എന്താണ് ഒരു ദിവസം? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം ഒരു മണിക്കൂറിൽ ഭൂമി 1670 സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ ഒരു പ്രാവശ്യത്തെ കറക്കമാണ് ഒരു ദിവസം. ഒരു വർഷം തന്നെ എന്താണ്? ഒരു സൂര്യവർഷം എന്ന് പറഞ്ഞാൽ ആ ഭൂമി ആ കറക്കത്തോടൊപ്പം തന്നെ ഒരു സൂര്യനെ ഒരു വട്ടം വലയം ചെയ്തു വരുന്നതിനെയാണ് ഏകദേശം ഒരു വർഷം എന്ന് പറയുക. ഈ പ്രതിഭാസങ്ങളെല്ലാം വലിയ അത്ഭുതമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചത്. എന്തുകൊണ്ടാണ് ഇത് എത്ര വലിയ അത്ഭുതമായത്? രാത്രിയും പകലും നമ്മളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നത് കൊണ്ട് അതിന്റെ ആ ഒരു ആഴമോ അതിന്റെ പരപ്പോ അതിന്റെ അത്ഭുതമോ ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാറില്ല. സത്യത്തിൽ വലിയ അത്ഭുതമാണ്. ഈ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കടന്നു പോകുന്നതിന്റെയും കാലാവസ്ഥ വ്യതിയാനങ്ങളുടെയും കാലാവസ്ഥ വ്യത്യാസങ്ങളുടെയും എല്ലാം വിലയും അതിന്റെ ആവശ്യകതയും നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം, വിവരം നേടണം, ഇൽമു നേടണം. ഇൽമു നേടുക എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസുമാണ് ഏറ്റവും അഫ്ളലായ ഇൽമു. പക്ഷേ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം.
ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതാണ്. എന്നിട്ട് അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. ഈ പടപ്പിന്റെ എല്ലാം പിന്നെ വലിയൊരു ലക്ഷ്യമുണ്ട്, നിനക്ക് മാത്രം അറിയുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞു പോകുന്നതാണ്. പഠിക്കണം, ഒന്നും വേണ്ട. ഭൂമിയുടെ തൊട്ടടുത്ത 2 ഗ്രഹങ്ങളായ വീനസിനെ കുറിച്ചും മാർസിനെ കുറിച്ചും മാത്രം നമ്മളൊന്ന് എടുത്ത് പഠിച്ചു നോക്കും. നമ്മുടെ തൊട്ടിപ്പുറത്തെ ഗ്രഹമാണ് വീനസ്. സൂര്യൻ കഴിഞ്ഞ 1ാമത്തെ ഗ്രഹമാണ് മെർക്കുറി. അത് കഴിഞ്ഞിട്ട് വീനസ് ആണ്. വീനസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭൂമി വരുന്നത്. 3ാമത്തെ ഗ്രഹമാണ് ഭൂമി. ഈ വീനസിൽ ഒരു ദിവസം തന്നെ എത്രയാണ്? ഭൂമിയിലെ 244 ദിവസം കഴിയണം വീനസിൽ ഒരു ദിവസം ആണെങ്കിൽ. അതായത് അതിന്റെ കറക്കം അത്രമാത്രം സ്ലോ ആണ്. അതുപോലെ തന്നെ അത് വെസ്റ്റേൺ ഡയറക്ഷനിലേക്കാണ് കറങ്ങുന്നത്. വീനസിൽ സൂര്യൻ എവിടുന്ന ഉദിക്കുക? പടിഞ്ഞാറുന്നാണ് ഉദിക്കുക. ഈ സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന് പണ്ട് തൊട്ടേ നമ്മൾ പറയാറുണ്ട്. വീനസിൽ ഇപ്പോഴെന്താ കറന്റ്ലി സൂര്യൻ പടിഞ്ഞാറിനാണ് ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ദിവസം ആവണമെങ്കിൽ 244 ഭൂമിയിലെ ദിവസം കഴിയണം എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് ഇപ്പുറത്തെ ഗ്രഹം 4ാമത്തെ ഗ്രഹമായ ചൊവ്വയിൽ മാർസിൽ ഒരു വർഷം ആവണമെങ്കിൽ ഒരു വട്ടം സൂര്യനെ ചുറ്റി വരണമെങ്കിൽ ഭൂമിയിൽ 2.5 വർഷം കഴിയണം. ഇതിനൊക്കെ പ്രശ്നം എന്താണ്? എന്താണ് രാത്രി തന്നെ ആയാൽ എന്താണ് പ്രശ്നം? രാത്രി മാറുന്നില്ല, രാത്രി അങ്ങോട്ട് വിട്ടുമാറുന്നില്ല. എന്താണ് രാത്രി അങ്ങനെ വിട്ടുമാറാതിരുന്നാൽ പ്രശ്നം? പകൽ അതിന്റെ പ്രശ്നം വളരെ ഗുരുതരമാണ്. കൃഷികൾ നശിക്കും, വെള്ളത്തിന് പ്രശ്നം വരും, ജീവിതത്തിന് പ്രശ്നം വരും, ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളും തെറ്റും. ഭൂമിയുടെ ചെറിയ ചില ഭാഗങ്ങളിൽ മാസങ്ങളോളം രാത്രിയും പകലും നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒരു കൃഷിയും നടക്കൂല, ഒരു ഉത്പാദനങ്ങളും നടക്കൂല. ഭൂമിയുടെ ജീവിതം മുഴുവൻ സ്തംഭിച്ചു പോകും. ഇത് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചോദിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖസസിന്റെ 71, 72, 73 ആയത്തുകളിൽ എങ്ങനെ സംഭവിച്ചാൽ വീനസിൽ കറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ മാർസിൽ കറങ്ങുന്നത് പോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ കറങ്ങുന്നത് പോലെ നിങ്ങളുടെ ഗ്രഹം കറങ്ങുകയും നിങ്ങൾക്ക് സ്ഥായിയായ രാത്രിയും പകലും ഉണ്ടാകുകയും ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഖുർആൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു ഖുർആൻ എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു ചോദിക്കാണ് സൂറത്തുൽ ഖസസിന്റെ 71ാമത്തെ ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമഹ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ അഫലാ തസ്മഊൻ. നിങ്ങൾ കാണുന്നില്ലേ? ഇൻ ജഅലല്ലാഹു അലൈക്കും, അല്ലാഹു അല്ലാഹു നിങ്ങൾക്ക് മുകളിലാക്കുകയാണെങ്കിൽ അല്ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമഹ, കാലാകാലത്തേക്ക് നിങ്ങൾക്ക് രാത്രി തന്നെ അവനാക്കി തരികയാണെങ്കിൽ, സൂര്യൻ ഉദിക്കാത്തൊരവസ്ഥയിൽ നിങ്ങളുടെ നാടായി മാറുകയാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റേത് ആരാധനാണുള്ളത്? യഅതീകും ബിദിയാ, നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവന്നു തരാൻ, ആ സൂര്യനെ ഒന്ന് ഉദിപ്പിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഖുൽ അറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാർ, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് പകലിനെ ആക്കി തീർക്കുകയാണെങ്കിൽ സർമദൻ കാലാകാലത്തേക്ക് സൂര്യൻ അസ്തമിക്കാത്ത രൂപത്തിൽ 24 മണിക്കൂറും അല്ലെങ്കിൽ 360 ദിവസവും നട്ടുച്ച നേരമായി നിലനിൽക്കുകയാണെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്കുള്ളത്? യതീകും ബിലൈലിൻ തസ്കുനൂ ഫീഹി, നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവരാൻ, ഉറങ്ങുന്നതിന് വേണ്ടി, വിശ്രമിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് രാത്രിയാക്കി തരാൻ ആരാണുള്ളത്? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ ജനങ്ങളെ? വമിർ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റി കൊണ്ടുവരുന്നത്. രാത്രിയിൽ നിങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയും പകലിൽ നിങ്ങൾക്ക് ഉപജീവനം തരുന്നതിന് വേണ്ടിയും നിങ്ങൾ നന്ദി പാലിക്കുന്ന ആളുകളായേക്കാം. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു പറഞ്ഞത്. രാത്രിയിൽ അങ്ങോട്ട് ഞാൻ ആക്കി തന്നാൽ നിങ്ങൾക്ക് ആരാ പകലിനെ തരാം? പകലിനെ ഞാൻ അങ്ങോട്ട് സെറ്റ് ആക്കി തന്നാല് നിങ്ങൾക്ക് ആരാ രാത്രിയെ തരാം? ഇത് രണ്ടും അല്ലാഹു മാറ്റി കൊണ്ടുവരുന്നത് കൃത്യമായി ഒരു മനുഷ്യന് എങ്ങനെയാണോ വിശ്രമം ആവശ്യം, അതിനാവശ്യമായ കൃത്യമായ തോതിൽ രാത്രിയെയും പകലിനെയും സംവിധാനിച്ച റബ്ബ് നമ്മളോട് പറയാണ്, അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക്
ദൃഷ്ടാന്തമുണ്ട്. ആ ദിവസങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വർഷങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ഈ വർഷം, ഈ ഹിജ്റ വർഷം കഴിയാൻ പോവുകയാണ്. ദുൽഹജ്ജ് അതിന്റെ അവസാനത്തിലേക്ക് കടക്കാൻ, മുഹറം പറക്കാൻ പോവാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അവന്റെ ജീവിതത്തിൽ ആയുസ് നീട്ടിക്കൊടുക്കുക, ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നീട്ടിക്കൊടുക്കുക എന്നതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അന്ന റജുലൻ ഖാൽ, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം റസൂലിനോട് ചോദിക്കുകയാണ്, അയ്യുന്നാസു ഖൈറുൻ യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും നല്ലോൻ ആരാണ് റസൂലേ? ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ ആരാണ് റസൂലേ? ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, കുറേ നിസ്കരിക്കുന്ന ആളെന്ന്, കുറേ നോമ്പെടുക്കുന്ന ആളെന്ന്, കുറേ സദഖ ഒന്നല്ല, ഒറ്റ മറുപടിയാണ് റസൂൽ പറഞ്ഞത്. എന്താണ്? ഖാൽ മൻ ത്വാല ഉംറുഹു വ ഹസന അമൽ, ആർക്കാണോ കൂടുതൽ ആയുസ് നീട്ടി കിട്ടുന്നത്, എന്നിട്ട് ആ ആയുസ് മുഴുവൻ അവൻ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നവൻ ആരാണോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തു. ഖാൽ, എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, അയ്യുന്നാസി ശർറുൻ, റസൂലേ ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ, ഏറ്റവും വൃത്തികെട്ടവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല, ആർക്കാണോ ആയുസ് നീട്ടി കൊടുക്കുന്നത്, വസാ അമലുഹു, എന്നിട്ട് ആ ആയുസ് മുഴുവൻ അവൻ മോശം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു, വൃത്തികേട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു, അവനാണ് ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തുന്നാണ്. പ്രിയപ്പെട്ടവരെ, മുഹറത്തിലേക്ക് നാം കടക്കുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ, കഴിഞ്ഞ മുഹറത്തിൽ നിന്ന് ഈ മുഹറത്തിലേക്ക് സഞ്ചരിച്ച് നാം എത്തുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല മുഖങ്ങളും മണ്ണിനടിയിലാണ്. പല ആളുകളും യാത്ര പോയിട്ടുണ്ട്. പരിചയത്തിലുള്ള എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര മരണ വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പരിചയത്തിലും നമ്മുടെ നാട്ടിലും തന്നെയുള്ള ഒരുപാട് മുഖങ്ങൾ, ചെറുപ്പക്കാരെന്നോ വയസ്സന്മാരെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരേ റെയിൽവേ സ്റ്റേഷനിൽ ഒരേ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. സമയത്തിന് മാത്രമാണ് വ്യത്യാസം. ചില ആളുകൾക്ക് 9 മണിക്കുള്ള ട്രെയിനിന് വേണ്ടി വരും, ചില ആളുകൾക്ക് 10 മണിക്കായിരിക്കും, ചില ആളുകൾക്ക് ഉച്ചക്കായിരിക്കും, ചില ആളുകൾക്ക് വൈകുന്നേരമായിരിക്കും. നമ്മളെല്ലാം ഉള്ളത് ഒരേ റെയിൽവേ സ്റ്റേഷനിലാണ്, കാത്തിരിക്കുന്നത് ഒരേ ട്രെയിനിൽ തന്നെയാണ്, ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ യാത്രക്ക് വേണ്ടിയുള്ള പാതകൾ ഒരുക്കി വെക്കാൻ നമുക്ക് കഴിയണം. ഒരു വർഷം കടന്നു പോകുമ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പുതിയ വർഷത്തിന്റെ പിറവി ആഘോഷിക്കുന്ന ആളുകളുണ്ട്. അത്ഭുതം തോന്നാറില്ല നമുക്ക് പ്രിയപ്പെട്ടവരെ? നമ്മുടെ അക്കൗണ്ടിൽ 10 ലക്ഷം റുപ്യ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു 10 ലക്ഷം റുപ്യ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് വിചാരിക്കും. അതിൽ 1 ലക്ഷം റുപ്യ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആഘോഷിക്കാണോ ചെയ്യുക? ആ 1 ലക്ഷത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വർഷം. ആ വർഷം നമ്മിൽ നിന്ന് നഷ്ടപ്പെടാണ്. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ ആ ഒരു വർഷം നമ്മിൽ നിന്ന് നഷ്ടപ്പെടാണ്. നമ്മുടെ വണ്ടി, നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി വരാനുള്ള സമയം കൂടുതൽ എടുക്കാൻ, ആ സമയത്ത് നമ്മൾ ടീ സ്റ്റാളിൽ പോയി ചായ കുടിച്ചിരിക്കല്ല വേണ്ടത്. ലഗേജൊക്കെ ഒരുക്കി വെച്ച്, യാത്രാ സാമഗ്രികളൊക്കെ ഒരുക്കി വെച്ച്, എവിടെയാണ് എന്റെ കമ്പാർട്ട്മെന്റ്, എവിടെയാണോ എന്റെ കോച്ച് വരുന്നത്, അത് കൃത്യമായി മനസ്സിലാക്കി അവിടെ പോയി കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ചെയ്യുക. അതാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഓരോ വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോഴും മടക്കി പോകാനുള്ള നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഹറം 1-ാം തീയതി വരുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും അതാണ്. തിരിച്ചു പോകാനുള്ള നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ ഈ ഒരു വസ്തുതയെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നാളേക്ക് വേണ്ടി വല്ലതും നിങ്ങൾ മാറ്റിവെക്കണേ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വല്ലതും നിങ്ങൾ മാറ്റിവെക്കണേ. വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. ആ മരണത്തിന് ശേഷമുള്ള ജീവിതവും ഈ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ജീവിതത്തിൽ നമ്മൾ കച്ചവടം തുടങ്ങുകയാണ്, ഏർപ്പാട് തുടങ്ങുകയാണ്. അത് നഷ്ടത്തിലാകാം, ലാഭത്തിലാകാം. പക്ഷേ മരണത്തിന് ശേഷമുള്ള ജീവിതം വ്യത്യസ്തമാണ്. ആര് അണുമണിത്തൂക്കം നന്മ ചെയ്തുവോ അവനാ നന്മ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ കണ്ടെത്തുന്നതാണ്. ആര് അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ ആ തിന്മയും
മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവൻ കണ്ടെത്തുന്നതാണ് നമ്മുടെ ഒരു വാക്കോ, നമ്മുടെ ഒരു ചലനമോ, നമ്മുടെ ഒരു ചിന്തയോ, നമ്മുടെ ഒരു നോട്ടമോ പ്രിയപ്പെട്ടവരെ കൃത്യമായ റഖീബും അതീദും എഴുതി വെച്ചിട്ടല്ലാതെ പോകുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഒരുങ്ങുന്നത്? എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണമാകുന്ന സത്യത്തെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും നിങ്ങൾ കൂടുതലാക്കി കൊണ്ടുവരണം. നമ്മുടെ ശരീരം തന്നെ നമ്മെ അത് ഓർമ്മിപ്പിക്കും. നമ്മുടെ മുടിയിൽ വരുന്ന നര, നമ്മുടെ കണ്ണിന് വരുന്ന കാഴ്ചക്കുറവ്, നമ്മുടെ ശബ്ദത്തിന്റെ മാറ്റം, നമ്മുടെ തൊലിപ്പുറത്ത് വരുന്ന ചുളിവുകൾ എല്ലാം തിരിച്ചുപോക്കിന്റെ സൂചനകളാണ്, മടക്കയാത്രയുടെ സൂചനകളാണ്. അത് ഓർമ്മിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റജുലുൻ മിനൽ അൻസാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ വരാണ്. എന്നിട്ട് ചോദിക്കാണ്, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠനായ മുഅ്മിൻ ആരാണ്? ഏറ്റവും ശ്രേഷ്ഠനായ മുഅ്മിൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ മറുപടി അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ല മുഅ്മിൻ. 5 വക്ത് കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നുണ്ടാവും, പക്ഷേ 5 പൈസക്കുള്ള സ്വഭാവം. ഒന്ന് ചിരിക്കാൻ വരെ പണിയാണ്. എന്തെങ്കിലും ഒന്ന് ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നരിഞ്ഞി പുലിന്റെ സ്വഭാവം. അവര് ഈ കാറ്റഗറിയിൽ പെടൂല. കൃത്യമായി നമസ്കരിക്കുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും ചില ആളുകളെ കുറിച്ച് ഉണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് പരിചയത്തിലുള്ള ആളുകളെ കുറിച്ച് എല്ലാവർക്കും അവരെ കുറിച്ച് നല്ല അഭിപ്രായം, മോശമായ അഭിപ്രായം ആർക്കും അവരെ കുറിച്ച് ഉണ്ടാവില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അള്ളാഹുവിന്റെ ഒരു പ്രിവിലേജ് ചെറുതൊന്നുമല്ല. കാരണം ആ മനുഷ്യന്മാർ മരിച്ചാൽ ആർക്കും അവരെ കുറിച്ച് കുറ്റം പറയാനുണ്ടാവില്ല, ഒരു ദോഷം പറയാനുണ്ടാവില്ല. തങ്കം പോലത്തെ മനുഷ്യനാണ്, എത്ര സോഫ്റ്റാണ്, എത്ര നന്നായിട്ടാണ്, ചൂടാവാൻ അറിയില്ല എന്നൊക്കെ ആളുകളെ കുറിച്ച് അങ്ങനെ പറയണം ആളുകൾ നമ്മളെ കുറിച്ച്. അങ്ങനെയുള്ള മുഅ്മിനുകളാണ് ഏറ്റവും അഫ്ദലായ മുഅ്മിൻ. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കാണ്, അയ്യുൽ മുഅ്മിനീന അഖിയസ് റസൂലേ, ഏറ്റവും ബുദ്ധിമാനായ മുഅ്മിൻ ആരാണ്? ഏറ്റവും അഫ്ദലായ മുഅ്മിൻ, നല്ല സ്വഭാവമുള്ള ഏറ്റവും ബുദ്ധിമാനായ മുഅ്മിൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്തറുഹും ലിൽ മൗതി ദിക്റാ, മരണം കൂടുതലായി ഓർക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ബുദ്ധിമാനായ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, മുഹറം മാസം നമ്മിലേക്ക് വരുമ്പോ, ദുൽഹജ്ജ് മാസം ഈ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നാം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് അള്ളാഹുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് വേണ്ടി നാം എന്തൊരുക്കി വെച്ചു, ഈ ഒരു വർഷം നാം എന്ത് നേടി എന്നൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇഹ്തിസാബ് നടത്തുന്ന, യഥാർത്ഥ ആത്മ പുനർവിചിന്തനം നടത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുഹറം മാസം നമ്മളിലേക്ക് വരുമ്പോൾ ആ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, മുഹറം മാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് അള്ളാഹുവിന്റെ മാസം എന്നാണ്. റമദാനിനെ കുറിച്ച് പോലും, ദുൽഹജ്ജിനെ കുറിച്ച് പോലും അങ്ങനെ ഒരു വിശേഷണം ഉണ്ടായിട്ടില്ല. മുഹറത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അത് അള്ളാഹുവിന്റെ മാസമാണെന്നാണ്. അതുപോലെ തന്നെ അത് വർഷം തുടങ്ങുന്ന മാസമാണ്. അതുപോലെ തന്നെ യുദ്ധം നിഷിദ്ധമായ മാസമാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. 4 ഹുറുമായ മാസങ്ങളുണ്ട്, പരിശുദ്ധമായ മാസങ്ങൾ. ഈ മാസങ്ങളിൽ ഒരിക്കലും യുദ്ധം പാടുള്ളതല്ല. ആ മാസങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ മാസം കൂടിയാണ് മുഹറം മാസം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കാൻ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആശൂറയുടെയും തഅസൂറയുടെയും നോമ്പ് ഈ ഒരു മാസത്തിലാണ് വരുന്നത്. ഈ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ വലിയൊരു കൗതുകമുള്ള കാര്യം എന്താ അറിയോ? ഇത്രയും പവിത്രമായ അള്ളാഹുവിന്റെ മാസം എന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ ഈ മാസത്തിന്റെ ഒന്നാമത്തെ 10 ദിവസം ശകുനത്തിന്റെ ദിവസങ്ങളാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ള ചില വലിയ രാക്കന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മുഹറത്തിന്റെ ഒന്നാമത്തെ 10 ദിവസം ശകുനത്തിന്റെ മാസമാണ്. എന്തെങ്കിലും ഒന്ന് തുടങ്ങാനോ എന്തെങ്കിലും ഒന്ന് ആരംഭിക്കാനോ വീട്ടിലേക്ക് കയറാനോ സ്ഥാപനങ്ങൾ തുടങ്ങാനോ സ്ഥാപനങ്ങൾ തുറക്കാനോ ഒന്നും ഈ 10 ദിവസം പറ്റിയതല്ല. ഇത് നഹ്സുള്ള ദിവസങ്ങളാണ്, ശകുനമുള്ള ദിവസങ്ങളാണ് എന്ന് പറയുന്നത് ആരുടെ വിശ്വാസമാണ്? ഷിയാക്കളുടെ വിശ്വാസമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലേ ഇല്ല. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്, നല്ല ദിവസങ്ങളാണ്. പിന്നെ വ്യക്തികൾക്ക് മോശം ദിവസം നല്ല ദിവസം ഉണ്ടാവും. എങ്ങനെ? ആര് സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നുവോ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. സുബ്ഹ് ബാങ്ക് കൊടുത്തിട്ട് കിടന്നുറങ്ങിയവന്റെ ദിവസം മോശം തന്നെയാണ്, ഒരു സംശയമില്ല. 7 ദിവസം കിടന്നുറങ്ങും, 7 ദിവസം മോശം ദിവസം തന്നെയാണ്, അതിനൊരു സംശയമില്ല. അള്ളാഹിന്റെ ദിമ്മത്തില്ല, അള്ളാഹുവിന്റെ സംരക്ഷണമില്ല. സുബ്ഹ് ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ നീ എത്തുന്നുണ്ടോ? ആഴ്ചയിലെ 7 ദിവസവും നിനക്ക് ഖൈറായ ദിവസമാണ്. എത്താൻ നിനക്ക് പറ്റുന്നില്ലേ? ആഴ്ചയിലെ 7 ദിവസവും നിനക്ക് ശർറായ ദിവസമാണ്. ആരോടും ചോദിക്കണ്ട, അത് വളരെ കൃത്യമായ വ്യക്തമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തിന് കേടോ കുഴപ്പമോ നഹ്സോ ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ അദ്വ വലാ ഖൈറത വലാ ഹാമ്മ, ശകുനമില്ല, അതുപോലെ തന്നെ സ്വയം പകരുന്ന പകർച്ചവ്യാധികളില്ല, അതുപോലെ തന്നെ പക്ഷിനോട്ടങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഇത്രയും കൂടി പ്രവാചകൻ എന്തറിയോ? ആരെങ്കിലും ശകുനം എന്തെങ്കിലും തടഞ്ഞാൽ, അതായത് ഒരാൾ വീടെടുത്തിട്ട് കുടിക്കാൻ പോവാൻ, കുടിയലിന്റെ 2 ദിവസം മുമ്പ് ഒരാൾ വന്നിട്ട് പറയാണ്, നീ തീരുമാനിച്ച ദിവസത്തിന് ശരിയല്ല കേട്ടോ, ആ ദിവസം കയറിയാൽ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവും എന്ന് ഒരാൾ പറഞ്ഞത് കാരണം ഒരാൾ വീട്ടിൽ കയറൽ മുടക്കിയാൽ, ഒരാൾ വീട്ടിൽ കയറാതിരുന്നാൽ ശിർക്ക് ചെയ്തതാണ്. അതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെ വരാനില്ല. വേറൊന്ന്, നമ്മളിങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച മുന്നിലോട്ട് ഓടി നമ്മൾ ആ യാത്ര വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ശിർക്ക് ചെയ്തു. ശകുനം എന്ന് പറഞ്ഞ സംഭവം സാധാരണ ശകുനം പറയുന്ന ആളുകൾ എന്താ പറയാറിയോ? വലിയൊരു രസം. അവർ പറയാ അത് അള്ളാന്റെ അദാബ് ചില സമുദായങ്ങൾക്ക് ഇറങ്ങിയ ദിവസമാണെന്നാണ്. ഇപ്പൊ ഒരുപാട് സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. നൂഹ് നബിയുടെ സമുദായം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സാലിഹ് നബിയുടെ സമുദായം. ഇങ്ങനെ ഓരോ സമുദായത്തിലേക്ക് ശിക്ഷ ഇറങ്ങിയ ദിവസങ്ങളാണ് ഈ ശകുനത്തിന്റെ ദിവസം എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം ശകുനത്തിന്റെ ദിവസം. കാരണം എന്താ പറയാ? സഖറഹ അലൈഹിം 7 ലയാലിൻ വ 8 അയ്യാം. ആദ്യ സമുദായത്തിൽ അള്ളാഹിന് ശിക്ഷ ഇറങ്ങിയത് എപ്പോഴാണ്? 7 ലയാലിൻ വ 8 അയ്യാം, 7 രാത്രിയും 8 പകലുമാണ്. ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ, ആഴ്ചയിൽ 7 രാത്രി ഉണ്ടാവുള്ളൂ. ഈ 7 രാത്രിയും 8 പകലും ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ശിക്ഷ? കാറ്റടിച്ച് വീശിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ അദാബ് കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏത് ദിവസമാണ് കുടിലൂടുക? ഏത് ദിവസമാണ് സ്ഥാപനം തുറക്കുക? ഏത് ദിവസമാണ് യാത്ര പോകും? ഒരു ദിവസം പോകാൻ പറ്റൂല. എല്ലാ ദിവസവും നഹ്സിന്റെ ദിവസമായിരിക്കും, എല്ലാ ദിവസവും ശകുനത്തിന്റെ ദിവസമായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അങ്ങനെ ഒരു സംഭവം ഇല്ല. മുഹറം ഒന്നാമത്തെ 10 ദിവസം നല്ല ദിവസങ്ങളാണ്. എല്ലാ ദിവസങ്ങളെയും പോലെ ഖൈറുള്ള ദിവസങ്ങളാണ്, അള്ളാഹുവിന്റെ ബർക്കത്തുള്ള ദിവസങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി ചോദിച്ചു എന്നാണ് റസൂൽ, അങ്ങനെ ഒരാൾ ചെയ്തു പോയി അബദ്ധവശാൽ, അറിവില്ലായ്മയാൽ, ജഹാലത്ത് കൊണ്ട് ഈ തൈറത്ത് നോക്കിയിട്ട് ശകുനം നോക്കിയിട്ട് അയാൾ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങി, അതിന്റെ പരിഹാരം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഓൻ തൗബ ചെയ്ത് മടങ്ങണം. അതോടൊപ്പം ഈ ഒരു പ്രാർത്ഥനയും കൂടി പറയണം. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, നിന്റെ നന്മയല്ലാതെ മറ്റൊരു നന്മയുമില്ല. അല്ലാഹുവേ, നിന്റെ ശകുനമല്ലാതെ മറ്റൊരു ശകുനവുമില്ല. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. കുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു
വജ്ഹുഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അല്ലാഹുവിന്റെ വല്ലാത്ത വാക്കാണത്. ശകുനം ദിവസത്തിനല്ല, ശകുനം സമയത്തിനല്ല. ഓരോ മനുഷ്യന്റെയും ശകുനം അവന്റെ കഴുത്തിന്റെ ചുറ്റിലും തന്നെയുണ്ട്. ആ ശകുനം എപ്പോഴാണ്? കിതാബൻ യൽഖാഹു മൻശൂറാ. നാളെ മഹ്ശറയിലെത്തുമ്പോ അവന്റെ പ്രവർത്തനത്തിന്റെ ഏടുകളായി അവന്റെ മുന്നിലേക്ക് കിതാബായി ആ ശകുനം കൊണ്ട് വെച്ചു കൊടുക്കും. ആ സമയത്താണ് എന്റെ കിതാബ് എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഗതികെട്ട മനുഷ്യൻ അവിടെ വെച്ചാണ് ഖേദം പ്രകടിപ്പിക്കാൻ. അതാണ് ശകുനം. നമ്മുടെ കഴുത്തിന്റെ ചുറ്റിലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ രീതികൾ, അത് തന്നെയാണ് നമ്മുടെ ശകുനം. കാലത്തിനോ ദിവസത്തിനോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഒരു പ്രശ്നവുമില്ല. നഹ്സി എന്ന ഒന്ന് ഇസ്ലാമിലില്ല എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ വഹ്ദാനിയത്തിന്റെ വക്താക്കളാക്കുകയും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ റബ്ബേ. اللهم احفظ المسلمين والمسلمات والمؤمنين والمؤمنات من هذا المرض يا ارحم الراحمين. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم بإحسان.